കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 1 മുതലുള്ള തിരുവചന ഭാഗം. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമി തിന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു യേശു ആയിരിക്കണം. യേശു എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 4:8 യോഹന്നാൻ ശ്ലീഹ ഒരു നിർവചനം തരുന്നുണ്ട്. ദൈവം സ്നേഹമാണ്. യേശു എന്ന് പറയുമ്പോൾ സ്നേഹം, ദൈവം എന്ന് പറയുമ്പോൾ സ്നേഹം. അതാണ് ബൈബിളിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. സ്നേഹമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. ബാക്കി എല്ലാ കാര്യങ്ങളും അതേ ചുറ്റിപ്പറ്റിയിരിക്കണം. നമ്മൾ കണ്ടു, ഫരിസേയരും നിയമജ്ഞരും അവരൊരു തെറ്റ് കണ്ടുപിടിച്ചു. സാബത്ത് ദിവസം ഭക്ഷണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഉപവാസ ദിവസമാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുക. സാബത്ത് ദിവസം ഭക്ഷണം കഴിക്കാം. പക്ഷെ ഇവർ സാബത്ത് ലംഘിച്ചു എന്ന് പറയാൻ കാരണം ആ ഗോതമ്പ് പറിച്ച് കൈക്കകത്തിട്ട് തിരുമി, അതൊരു ജോലിയാണ്. ഒരു ജോലി ചെയ്തു. അതായിരുന്നു പ്രശ്നം. അത് കഴിച്ചതല്ല, അതിനേക്കാൾ അവർ ജോലി ചെയ്തു. ഇതുപോലെ 623 നിയമങ്ങൾ മനഃപ്പാഠമാക്കി അതെല്ലാം പ്രാവർത്തികമാക്കിയിരുന്നവരാണ് ഫരിസേയരും നിയമജ്ഞരും ഒക്കെ. എന്നിട്ട് അവരെ നോക്കി കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു സ്നേഹമായി മാറിയിട്ടില്ല. നിങ്ങൾ നിയമപാലകരാണ്, പക്ഷേ സ്നേഹം ജീവിക്കുന്നവരായിട്ട് മാറിയിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ടത്. ലൂക്ക 10-ാം 25 മുതൽ വായിക്കുമ്പോഴും നല്ല സമറിയാക്കാരൻ്റെ ഉപമ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെയും കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം, സ്നേഹം ജീവിക്കാൻ പഠിക്കുക. ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി സ്നേഹത്തെ മാറ്റുക. ദൈവമാകട്ടെ, അപ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താകും. ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മളിൽ നിന്ന് പഠിക്കണം. ഇന്നത്തെ ആദ്യ വായനയിലും നമ്മൾ കേട്ടത്, പൗലോസ് ശ്ലീഹ പറയാണ്, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് ഇതാണ്. പറയുണ്ട്, ഇത് നിങ്ങൾ പഠിക്കുക, ഞങ്ങളെ അനുകരിക്കുന്നവരായിട്ട് നിങ്ങൾ മാറുക. കാരണം ഞങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്. പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഞങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വെറും ചപ്പും ചവറുമായിട്ട് മാറി. ലോകം ഞങ്ങളെ വിലമതിക്കുന്നില്ല. ഞങ്ങളിത് ചെയ്തത് കർത്താവിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു കർത്താവായതുകൊണ്ടാണ് ഞങ്ങളിതിന് തയ്യാറായത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിനെ ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ ചപ്പും ചവറുമാകാൻ മനസ്സ് കാണിക്കുന്നത്, ഒപ്പം ലോകത്തെ വെറും ചപ്പും ചവറുമായിട്ട് കാണാൻ തയ്യാറാകുന്നത്, അതിന് യേശുവിനെ നമ്മൾ അറിയണം. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ യേശുവുമായി ഒരു വ്യക്തിബന്ധമുണ്ടാകണം. ആ ബന്ധത്തിലേക്ക് വന്നവർക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ 4 എടുക്കേണ്ടതും കൊടുക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്.
അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മർമ്മവശം എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ എടുക്കാനും കൊടുക്കാനുമുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. ഇന്നത്തെ 2 വായനകളുടെയും കാതലായ സന്ദേശം അതുതന്നെയാണ്. സ്നേഹം എടുക്കുക, സ്നേഹം കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകുന്നത്. നമുക്കറിയാമല്ലോ, വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ സ്നേഹിക്കാത്തവർ, സ്നേഹം എടുക്കാത്തവരും കൊടുക്കാത്തവരും ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ്. അവർ വേണമെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, ബിസിനസ്സിൽ ഇഷ്ടം പോലെ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടാകാം, അങ്ങനെ പല നേട്ടങ്ങളും പല മേഖലയിൽ വിജയം വരിച്ചവരായിരിക്കാം. പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുന്നവര് ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുകയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ പറയണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. അതാണ് യോഹന്നാൻ 13-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം സ്നേഹം എടുക്കുക, സ്നേഹം കൊടുക്കുക. അതിനുള്ള ഒരു പ്രയത്നം നിരന്തരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. രണ്ടാമത്തെ കാര്യമാണ് ക്ഷമ. എടുക്കാനും കൊടുക്കാനും നമുക്ക് പറ്റണം. ഓരോ ബലിയർപ്പണത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ അനുതാപ ശുശ്രൂഷ നടത്താറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ക്ഷമ എടുക്കാൻ. അതുപോലെ തന്നെ പരസ്പരം ക്ഷമിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായിട്ട് നമ്മളതിനെ കാണണം. ക്ഷമ എടുത്തവർക്ക് ക്ഷമ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇന്ന് ദൈവം ക്ഷമിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, ചിലർ ഒരു പാപം ചെയ്തിട്ട് 50 പ്രാവശ്യം കുമ്പസാരിച്ചിട്ടും അതങ്ങ് പോയിട്ടില്ല എന്നുള്ള ചിന്തയാണ്. ഇനി അടുത്ത കുമ്പസാരത്തിലും പറയാൻ വേണ്ടിയിരിക്കുന്ന ആ അവസ്ഥ. ഇവിടെ നമ്മൾ പരസ്പരം ക്ഷമിക്കാതിരുന്നാൽ ഇതുപോലത്തെ ചില ചിന്തകൾ, അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് അനുഭവേദ്യമായിട്ട് മാറും. ദൈവം ക്ഷമിക്കാഞ്ഞിട്ടൊന്നുമല്ല, നമുക്കത് അനുഭവേദ്യമായി മാറാതിരിക്കുന്നത് കൊണ്ടാണ് മാറിയിട്ടില്ല, പോയിട്ടില്ല എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത നമ്മളിൽ കിടക്കുക. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കരുണ. നമ്മൾ കാണുന്നുണ്ട്, ഈ കരുണ എടുക്കാനും കൊടുക്കാനും വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. യാക്കോസ്ലീഹ 2:13 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരുണ്യരഹിതർക്ക് വരാനിരിക്കുന്നത് കാരുണ്യരഹിതമായ വിധി. കരുണ കാണിക്കുന്നവർക്ക് ലഭിക്കുന്നത് കാരുണ്യപൂർവമുള്ള ഒരു വിധി. നമുക്ക് ദൈവത്തിൻ്റെ കരുണ വളരെ ആവശ്യമാണ്. ഈ കരുണയില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ കരുണ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. കടൽ പോലെ വിശാലമായി കിടക്കുന്നതാണ് ദൈവകരുണ. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവകരുണ. ഇതെല്ലാം വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, ഈ കരുണ എടുക്കേണ്ടവർക്ക് എടുക്കാൻ പറ്റും. കരുണ എടുത്തവർക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വളരെ എളുപ്പമാകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നാലാമത്തെ ഒരു കാര്യമാണ് പഠനം. പഠനം എടുക്കുകയും ചെയ്യണം, കൊടുക്കുകയും ചെയ്യണം. അതിന് മാതൃകയായി മാറിയത് യേശു തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ട്, ലൂക്ക 2:46 മുതൽ വായിക്കുമ്പോൾ, ഉപാധ്യായരുടെ അടുത്തിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന യേശുവിനെ കാണാൻ പറ്റും. ഉപാധ്യായരിൽ നിന്നും പഠിക്കുന്ന യേശു. ഇതിനുശേഷം നമ്മൾ കാണുകയാണ്, അവൻ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ലൂക്ക 20-ാം അധ്യായം ആദ്യ വചനം എടുക്കുമ്പോൾ തന്നെ യേശു ചുറ്റി സഞ്ചരിച്ച് പഠിക്കുകയും ദൈവരാജ്യം പ്രഘോഷിക്കുകയും ചെയ്തു. ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്, ഈ 2 കാര്യങ്ങളും യേശു ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് ഇരുന്ന് പഠിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് വചനം പ്രഘോഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ വചനം പഠിച്ചിട്ട് വേണം വചനം പ്രഘോഷിക്കാൻ. ദൈവിക കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. മാതാപിതാക്കളെ, നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് കുടുംബത്തെ ഒരു നല്ല അന്തരീക്ഷം നമുക്ക് പണിതുയർത്താൻ സാധിക്കുക. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, ദൈവസാന്നിധ്യത്തിൻ്റെ ഒരന്തരീക്ഷം മാതാപിതാക്കളായിട്ട് കുടുംബത്തിൽ പണിതുയർത്താൻ പഠിക്കണം. അങ്ങനെ വളരുന്ന ആ സാഹചര്യത്തിൽ വളരുന്ന മക്കൾ അതൊക്കെ പഠിച്ചായിരിക്കും അവരുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ഇനി അതല്ലാതെ അവിടെ പഠിക്കേണ്ടത് അവിടെ പഠിക്കാതെ സ്കൂളിൽ പോകുമ്പോൾ പഠിച്ചോളും എന്ന് വിചാരിച്ചിരുന്നാൽ
ചിലപ്പോൾ ഒരിക്കലും അവർ പഠിച്ചൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കടമ മനസ്സിലാക്കി 4 കാര്യങ്ങൾ എടുക്കാനും കൊടുക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റു പലരെയും നമ്മൾ അനുഗ്രഹിക്കുന്നവരായിട്ട് മാറും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.